ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം ചിക്കൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഇതിലേക്ക് ഇനി അല്പം വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാലും മതിയാകും. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ആ മസാലയെല്ലാം ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കണം. അതുവരെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും കൂടെ വേണം. അപ്പോൾ ചെറിയ ഉള്ളി മാത്രമായാലും മതിയാകും. ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എൻ്റെ കയ്യിലുള്ളായിരുന്നു, അതിന് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 സവാളയും കൂടെ എടുത്തു. അതിന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ശേഷമാണ് ഞാനിതെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ പീസ് എല്ലാം ഒന്ന് കുറച്ച് അതിനകത്തിലൊന്ന് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകുകയൊന്നും വേണ്ട. അപ്പോൾ ആ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് കുറച്ച് വാഴയില ആവശ്യമുണ്ട്. അതിനെ ഒന്ന് വാട്ടിയെടുക്കാം. നല്ല രീതിയിലുള്ള ചിക്കൻ പൊള്ളിച്ചതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വാഴയിലെല്ലാം ഒന്ന് വാട്ടിയെടുത്തപ്പോഴേക്കും നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഒന്ന് ഒരു സൈഡൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വേവിച്ചങ്ങ് ഡ്രൈ ആക്കണ്ട, നമുക്കൊരു മീഡിയം ടൈപ്പിലിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇത്രമാത്രം മതിയാകും. വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യത്തെ ട്രിപ്പ് ചിക്കനെല്ലാം ഒന്ന് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി അതിനുശേഷം ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ബാക്കിയുള്ള ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് പൊരിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കെല്ലാം ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്സ് പറഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. വേറെ അടുത്തൊരു വീഡിയോ ചെയ്യാനും നമുക്ക് നിങ്ങളുടെ ആ ഒരു പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. അടുത്തൊരു വീഡിയോ ചെയ്യാനും നമുക്ക് ഉഷാറാണ്. അങ്ങനെ എല്ലാ ചിക്കനും പൊരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെയ്യുമ്പോഴേ ആ ഒരു ചിക്കൻ പൊള്ളിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയായിരുന്നു. അപ്പോൾ ഞാൻ ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി സവാളയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ 2 സവാള അതിനകത്തിലെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിട്ട് മാത്രം ചെയ്താൽ മതി, നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആവണം. നല്ല ഒട്ടും തന്നെ അതിൻ്റെ ആ ഒരു ഉള്ളിയുടെ കഷ്ണങ്ങളോ ഒന്നും കാണാൻ പാടില്ല. നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെ ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 2 തക്കാളിയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടെ അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ തന്നെ ഇടണ്ട, നല്ല പോലെ ഒന്ന് സവാള വഴണ്ടതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ അതിനകത്തിൽ പാത്രത്തിലൊക്കെ അടിക്കൊക്കെ പിടിക്കും ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പിന്നീട് ഇടുന്നതാണ് നല്ലത്.
അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ഞാനതിലേക്ക് മുളക് പൊടി ഇട്ട് എടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഇടുന്നത്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചത് കൊണ്ട് അതിന് വലിയ എരിവ് കാണത്തില്ല. അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഞാൻ കൂടുതലായിട്ട് ഇട്ടത്. അപ്പോൾ ഇതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ നല്ല രീതിയിലൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു വാഴയില, ഞാൻ വാട്ടി വെച്ചിരുന്ന വാഴയില എടുത്ത്, ഒരു വലിയ വാഴയിലയും ഒരു ചെറിയ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ 2 ഇല വെച്ച് കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ അത് അടിഭാഗം നമ്മൾ പൊള്ളിക്കുന്ന നേരം ആ അടിയിലുള്ള ഇല പൊട്ടിപ്പോയാലും അതിനകത്തുള്ള മസാലയൊന്നും പുറത്ത് പോകാതിരിക്കാനാണ് അകത്ത് ഒരു ചെറിയ കഷ്ണം ഇല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മസാല എല്ലാം നമ്മൾ ഈ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. അത് ഒട്ടും തന്നെ പുറത്തേക്ക് പോകുകയില്ല. മസാലയൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അത് അതിനകത്തിലോട്ട് വെച്ച് കൊടുക്കാം. വളരെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം നിങ്ങൾക്ക് ഈ പെരുന്നാളിന് തയ്യാറാക്കി എടുക്കാം. പിന്നെ 100% ഞാൻ ഉറപ്പ് പറയുകയാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ്, നല്ല പത്തിരി, നല്ല നൈസ് പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലെ സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഞാൻ ചിക്കനെല്ലാം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ മസാല അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു മസാല എല്ലാ ചിക്കനിലൊക്കെ ഒന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ. അതിന് ശേഷം ഒന്ന് ഭംഗിക്ക് വേണ്ടി ഒരു 2 കഷ്ണം സവാള റൗണ്ടിന് അരിഞ്ഞതും, പിന്നെ ഒരു 2-3 കഷ്ണം തക്കാളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഭംഗിയാക്കുന്നുണ്ട്. അതൊക്കെ ഇടുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും. അപ്പം എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ വാഴയിലയിലൊക്കെ മീനായിരുന്നാലും ഇറച്ചിയായിരുന്നാലും ചോറൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞൊക്കെ കഴിക്കാൻ ഒരുപാട് ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതേപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കുമല്ലോ ഈ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ എന്തൊരു സാധനം തയ്യാറാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റില്ലേ. അതേപോലെ ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിനെ പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിതൊരു 2 പൊതിയായിട്ടാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ 2 പൊതിയാക്കിയതിന് ശേഷം ഞാൻ ഒരു ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ ഒരു ആവി കൊണ്ട് ആ ഒരു പിന്നെ പൊതിയൊക്കെ നല്ല രീതിയിലൊന്ന് ആയി കിട്ടാൻ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാനത് തുറന്ന് നോക്കിയാണ്. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു സൈഡൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് അടച്ചു കൊടുത്ത് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ, അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കതിനെ ഒന്ന് ചെറിയ തീയിലിട്ട് അതിനെ ആവി കയറ്റിയെടുക്കണം. നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. 2 ഇല ഇട്ടത് കൊണ്ട് നമ്മൾ ആ ഇലയൊന്നും പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ നല്ല ചൂടായിട്ടുള്ള സോഫ്റ്റ് അപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ പൊതിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ പെരുന്നാളിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ പൊള്ളിച്ചത് തയ്യാറാക്കി എല്ലാവരും നോക്കണം കേട്ടോ. അതിന് അടിപൊളി മണമാണ്. ഇതൊരു വാഴയില തുറക്കുമ്പോൾ എന്താ ഒരു മണമെന്നറിയാമോ, ഒരു രക്ഷയില്ല, കിടിലൻ മണമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സോഫ്റ്റ് അപ്പവും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴേ
എന്താ ഒരു രുചിയെന്നറിയാമോ? എൻ്റെ പടച്ചോനെ, ഇതൊരു രക്ഷയില്ല. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ പങ്ക് തരികയാണ്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും കഴിച്ചോളി, റെഡിയാക്കി കഴിച്ചോളി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പൊള്ളിച്ചത് റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. മാഷാ അല്ലാ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.